എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സ്വപ്നവലി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ചിപ്പിമ്പോളയും കൊണ്ട് ഇന്നാണ് മഹേഷ് വരുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പിന്നീട് മാലതിയോട് എന്നിട്ട് പറഞ്ഞു, മാലതി അതെ ചിപ്പിമ്പോളുടെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് കുടഞ്ഞു ഇരിക്കണം കേട്ടോ, എല്ലാ മുറിയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ ചെയ്തെന്ന് പറയണം. അതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചിന്ന് പറയണം. അപ്പോഴേക്കും ഹാളിൽ നിന്ന് ഒരു ചിരി കിട്ടും. അത് രാമോദന്റെ ചിരിയാണ്. ആണോ അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അപ്പൊ സ്വപ്നവലി പെട്ടെന്ന് ഓർത്തു ഇനിയിപ്പോ ചിപ്പിമോള് വന്നോ എന്നോർത്ത് ഓടി അങ്ങോട്ട് വരുവാണ്. രാമോദനോട് എന്താ എന്താ രാമ എന്താ കാര്യം, ചിപ്പിമോളെ കിട്ടിയോ എന്താ കാര്യം ചോദിക്കോ. അതൊന്നും അല്ല, ഇതെന്റെ ഒരു ഫ്രണ്ട് അവന്റെ മോളുടെ കല്യാണം വിളിച്ചാന്ന് പറയാം. ഓ ഞാൻ ഓർത്ത് ചിപ്പിമോള് വന്നിട്ടായിരിക്കും ഇത്ര സന്തോഷം എന്ന്. അപ്പോഴാണ് കഥ തുറന്ന് മഹേഷ് അങ്ങോട്ട് വരുന്നത്. മഹേഷിന്റെ പുറകെ വക്കീലും കൂടെ അങ്ങോട്ട് വരുവാണ്. ഒരു നിമിഷത്തേക്ക് സ്വപ്നവിലേക്ക് നോക്കിയപ്പോ ചിപ്പിമോളെ കാണുന്നില്ല. പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കി അവിടെ എങ്ങും ഉണ്ടോന്ന്. അവിടെ എങ്ങും കണ്ടില്ല. ഓടി അകത്തേക്ക് വന്നിട്ട് മഹേഷിനോട് ചോദിച്ചു, എന്തിയേ ചിപ്പിമോൾ എന്തേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, വിധി നമുക്ക് അനുകൂലമായിരുന്നില്ല അമ്മേന്ന് പറയാണ്. അനുകൂലമായിരുന്നില്ലേ എന്താ പറയണെന്ന് ചോദിക്കും. വക്കീല് പറഞ്ഞു, ചിപ്പിനെ രചന കൊണ്ടുപോയെന്ന് പറയാണ്. ഇത് കേട്ടത് വല്ലാത്ത ടെൻഷനും സങ്കടമായിപ്പോയി സ്വപ്നവലിക്ക്. സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയണെന്ന് വെക്കും. എനിക്ക് എന്റെ ചിപ്പിമോളെ കാണണമെന്ന് പറയാം. അമ്മ ബഹളം വെക്കാതെ കോടതിയുടെ തീരുമാനങ്ങളല്ലേന്ന് ചോദിക്കും. ഇനി 10-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുമെന്ന് പറയണം. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് എന്റെ ചിപ്പിമോളെ കിട്ടണമെന്ന് പറയാം. കാരണം മുലകൂടി മാറാത്ത പ്രായത്തില് അവിടെ ഇട്ടിട്ട് പോയതാ രചന. പിന്നെ ഇപ്പൊ വീണ്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, അല്ല ഇപ്പോഴെന്താണ് രചന മഹേഷിന്റെ അല്ലേ കുഞ്ഞെന്ന് പറയണം. രചന മഹേഷോ? അതിങ്ങനെ രചന മഹേഷാന്നേ. മഹേഷൊന്നുമല്ല, അവൾ എന്റെ ഭർത്താവ് വേറെയാന്ന് പറയണേ. അല്ല നീമോരായിട്ട് ഇപ്പോഴും അവര് ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞ രചന മഹേഷ് എന്ന് പറഞ്ഞ. വേണ്ട രചന മഹേഷ് വേണ്ട, വെറും രചന മാത്രം മതി. വക്കീലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി 10-ാം തീയതി ഒരു തീയതി ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കണം. എന്റെ ചിപ്പിമോളില്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിലും അവൾക്ക് എന്തിനാ കോടതി കുഞ്ഞിനെ കൊടുത്ത്, അവൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. നമുക്ക് വാദിക്കാനല്ലേ പറ്റുള്ളൂ അമ്മേന്ന് വക്കീല് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു വക്കീലിനോട്, വക്കീലെ 10-ാം തീയതി എനിക്ക് എന്റെ ചിപ്പിമോളെ കിട്ടണം. അതിന് എന്ത് കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എന്റെ ചിപ്പിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് വക്കീൽ അങ്ങോട്ട് പോവാണ്. വല്ലാത്ത സങ്കടമായിപ്പോയി മഹേഷ് ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി കഥ അടയ്ക്കുകയാണ്. പിന്നീട് രാമഭദ്രന്റെ അടുത്ത് എന്നിട്ട് സ്വപ്നവലി പറഞ്ഞ്, കണ്ടില്ലേ അവൻ എന്തുമാത്രം വിഷമമുണ്ടെന്ന്. അവനും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. പാവം എന്റെ മോനെ ചിപ്പിമോളെ കാണാതെ അവന് ഇരിക്കാൻ പറ്റുന്നില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനല്ല എപ്പോഴും നോക്കിക്കൊണ്ട് ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാലും അവന്റെ മോളല്ലേ, അവന് സഹിക്കാൻ പറ്റുമോ? മോളെ പിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇതൊക്കെ പറയാം. രാമൻ ഇത് കേട്ടപ്പോഴും രാമന് സങ്കടമായി. രാമൻ പറഞ്ഞു, 10-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ ചിപ്പിമോളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അതിന് എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല, ചിപ്പിമോൾ ഇവിടെ വേണമെന്ന് പറയാണ്. ഈ സമയം വല്ലാത്ത ടെൻഷനിൽ ഇഷിത ഇങ്ങനെ ബെഡിലിരിക്കോ, കിടന്നിട്ടാണോ ഉറക്കവും വരുന്നില്ല. അപ്പൊ സുചിത്ര ഇങ്ങനെ എന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി ഉറങ്ങണില്ലേ, സമയം 10 മണി ആയല്ലോ എന്ന് പറയണം. അതെ നിനക്ക് ഈ ഉറക്കത്തിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ സുജീന്ന് ചോദിക്കാം. പിന്നെ ഉറക്കത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്, ഫുഡ് കഴിക്കുന്ന കാര്യം. നന്നായെന്ന് പറയണം. എനിക്കറിയാം ഇപ്പൊ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്, ആ ചിപ്പിമോളെ കുറിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതെ ചിപ്പിമോളെ കുറിച്ചാ. എനിക്ക് അവളെ കുറിച്ച് ഓർക്കുന്തോറും മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനും വേദനയൊക്കെ അനുഭവപ്പെടുമെന്ന് പറയണേ. വെറുതെ എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കാട് കയറുന്നേ, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണേ. അത് നിനക്ക് പറയാം, പക്ഷെ എന്റെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയല്ലെന്ന് പറയണം. ഇത് ചേച്ചി ഇപ്പോഴും ആ പൊട്ടക്കിണറ്റിലെ തവള തന്നെയാണ്. ചേച്ചി എപ്പോഴും ഈ മഹേഷിനെ കുറിച്ചും ചിപ്പിമോളെ കുറിച്ചും മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത് പറഞ്ഞു, അതെ മഹേഷിനെ കുറിച്ചൊന്നും പറയണ്ട, ചിപ്പിമോളെ കുറിച്ച് മാത്രം. എന്റെ മനസ്സിൽ ചിപ്പിമോള് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും അവര് പറഞ്ഞു, സുചിത്ര പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരിക്കല് ചിപ്പിമോളെ എന്നേക്കുമായിട്ട് ചേച്ചിക്ക് നഷ്ടപ്പെടുവാണെങ്കിലോ എന്ന് ചോദിക്കുവാണ്. നഷ്ടപ്പെടാനോ? അല്ല ചിപ്പിമോള് മരിച്ചു പോകുന്നോ അല്ല ഞാൻ പറഞ്ഞേ, ചിപ്പിമോള് ചേച്ചിയിൽ നിന്ന് അകന്നു പോയാലോ ഒന്ന് ഓർത്ത് നോക്കാൻ പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ഇഷ്ടം പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് പറയണം. അങ്ങനെ ചേച്ചിക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ഇതേ ഈ മഹേഷ് ഇപ്പോഴും ഭാര്യ ഇല്ലാത്തൊരു പുരുഷനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് ചേച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. പിന്നെ ഒരിക്കലും ചിപ്പിമോളെ കിട്ടുമോന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് ഇതുപോലത്തെ കൊഞ്ചിക്കാനോ എടുത്ത് താലോലിക്കാനോ ഒന്നും പറ്റത്തില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു നിഷിത. സുചിത്ര ചേച്ചിയെ സങ്കടപ്പെടാൻ പറഞ്ഞല്ലെന്ന് പറയാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്ത് നടക്കുമെന്ന് അതൊക്കെ ചേച്ചി കാത്തിരുന്ന് കണ്ടോളാൻ പറയണം.
ഈ മഹേഷും ചിപ്പിയും തമ്മിൽ ഒന്നാകുകയും ചെയ്യും. അതിനിടയ്ക്ക് വേറെ പല സംഭവ വികാസങ്ങളും നടക്കും. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അതെ, ഞാൻ ഇനി കിടന്നുറങ്ങട്ടെ, ചേച്ചി അവിടെ നിന്ന് ആലോചിച്ചോളാനും പറഞ്ഞുകൊണ്ട് സുമിത്ര അങ്ങോട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇഷിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉറക്കം വരാതെ മഹേഷും ഇരിക്കുക. മഹേഷിന്റെ മനസ്സിലേക്കൂടെ പഴയ പല കാര്യങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുക. അന്ന് 6 മാസം ഉണ്ടായിരുന്ന സമയത്ത് കുഞ്ഞിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ, രജന പോയി കഴിയുമ്പോൾ കുഞ്ഞ് രാത്രി ഭയങ്കര കരച്ചില. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് താനിരുന്നത്. ഈ സമയം രജന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. രജനയുടെ അടുത്തേക്ക് ആകാശം വന്നു. ആകാശം എന്നിട്ട് രജന, നീ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുക. അല്ല ആകാശെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അവളൊരു പക്ഷെ എന്നെ കാണാതെ കരയുന്നുണ്ടായിരിക്കുക. അവള് പാല് കുടിച്ചോണ്ടിരുന്നല്ലേന്ന് ചോദിക്കണം. ഓ, അതാണ് കാര്യം. അതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ അവളുടെ ഭർത്താവായ മഹേഷ് നോക്കിക്കോളൂ എന്ന് പറയാ. എന്നാലും എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നണമെന്ന് പറയാണ്. നീ വിഷമിക്കാതൊന്നും ഇരിക്കുക ഡാർലിങ്. നീയും ഞാനും തമ്മിൽ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഇതിന്റെ ഇടയ്ക്ക് ഈ സെന്റിമെന്റ്സ് ഒക്കെ വർക്കാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കണം. അവൻ വെറും എൻ്റെ ഒരു സ്റ്റാഫ് മാത്രമാണ്. നിനക്ക് കിട്ടിയ ഈ സൗഭാഗ്യപരമായ ജീവിതം വേണോ, അവനെ പോലുള്ള ഒരുത്തം വേണോ, നീ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറയാണ്. നിനക്ക് തീരുമാനം എടുക്കാൻ ഇനിയും സമയമുണ്ടെന്ന് പറയാണ്. രജന പറഞ്ഞു, വേണ്ട, എനിക്ക് ആകാശനോടൊപ്പമുള്ള നല്ല ജീവിതം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ സമയം മഹേഷ് അങ്ങോട്ട് പാഞ്ഞു പെറുക്കി വരുവാണ്. വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് കഴിയുമ്പോൾ ആകാശ് പോയി കഥ തുറന്നു. എന്താ കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എൻ്റെ ഭാര്യനെ ഒന്ന് കാണണം എന്ന് പറയണം. നിന്റെ ഭാര്യയോ? നിന്റെ ഭാര്യ ഇങ്ങനെ ഇവിടെ വരുന്നേ? നീ അവളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആവശ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ നീ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? നിന്റെ ഭാര്യനെ നീ നിന്റെ വീട്ടിൽ നോക്കണം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, ആകാശെ ഇങ്ങനെ വെറുതെ കളിക്കരുതെന്ന് പറയണം. കളിച്ചല്ല, ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ. ഹോ, അല്ല നീ ഇപ്പൊ അവളെ തേടി ഇങ്ങോട്ട് വന്നാണെന്ന് ചോദിക്കും. അല്ല, ഇനിയിപ്പം നിനക്ക് അവളെ കാണാൻ അത്ര നിർബന്ധമുണ്ട്, കാര്യം ചെയ്യ, എന്റെ കാലെ പിടിച്ച് പറ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മഹേഷ് ആകാശിന്റെ കാലിലേക്ക് വീണ്ട് ആ കാലിലേക്ക് കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്ക് എന്റെ ഭാര്യനെ ഒരു വട്ടം ഒന്ന് കാണണം എന്ന് പറയണം. ഒറ്റ തവണ കണ്ടാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് ആകാശ് അകത്തേക്ക് പോയിട്ട് രചനനെ വിളിച്ചോണ്ട് വരുവാണ്. വിളിച്ചോണ്ട് വന്നപ്പം മഹേഷ് പെട്ടെന്ന് പറഞ്ഞു, രചന, അതേ കുഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുക, അവൾക്ക് പാല് കിട്ടാഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, നീ അങ്ങോട്ടൊന്ന് വാ, വരാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രചന ഒന്നും വേണ്ടിയില്ല. നിന്നോട് എന്താ ചോദിച്ചിട്ട് നീ മറുപടി ഒന്നും പറയാത്തെ? ഒരു കാര്യം ചെയ്യും, 6 മാസത്തേക്ക് നീ അവിടെ നിൽക്കുക. അതിനുശേഷം നിന്നെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കാം. കാരണം 6 മാസം കൂടെ അവൾക്ക് പാല് കൊടുത്തതിന് ശേഷം നിന്നെ ഇവിടെ കൊണ്ടേ ആക്കാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് മഹേഷ് ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, നീ ഇങ്ങോട്ട് നിന്റെ അടുത്ത് കൊണ്ടു നിർത്തുക. ഒരു 6 മാസം കഴിയുമ്പം അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറയാം. പാലുകൂടി കഴിഞ്ഞ് കഴിയുമ്പം അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാന്ന് പറയാം. രചന പറഞ്ഞു, പറ്റില്ല, എനിക്ക് വേണ്ടാന്ന് പറയണം അവളെ എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആകാശം പെട്ടെന്ന് പറഞ്ഞു, കേട്ടില്ലേ, അവൾക്ക് വേണ്ടാന്ന്, ഇനിയിപ്പം നീ ഇവിടെ നിൽക്കണ്ടല്ലോ, പോയിക്കോളാൻ പറയാണ്. പെട്ടെന്ന് മഹേഷ് അങ്ങ് സ്വപ്നത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി ഉണരുക. മഹേഷിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ പോയി കണ്ണ് നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ സ്വപ്നവല്ലി അങ്ങോട്ട് കയറി വന്നു. സ്വപ്നവല്ലി വന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ, നീ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവാണോ? സങ്കടപ്പെടണ്ട, ചിപ്പിമോളെ കിട്ടുന്നേ, അധികം വൈകാതെ തന്നെ കിട്ടും. 10-ാം തീയതി ആവട്ടെ, 10-ാം തീയതി ചിപ്പിമോൾ ഇങ്ങോട്ട് വരുമെന്ന് പറയാണ്. എന്നാലും എനിക്ക് വേണ്ട, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ വിഷമം എന്താന്ന്. കാരണം നീ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അറിയാം. രചന പോയതിന് ശേഷം നീ എത്രമാത്രം വേദനയോടാണ് അവളെ നോക്കിയിരുന്നത് എനിക്കറിയാന്ന് പറയാണ്. അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ചിപ്പിമോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും ഇത്രയും കാലം നോക്കിയതുപോലെയല്ല, അവൾക്കൊരമ്മ വേണം, ഇനി നിനക്കൊരു കൂട്ടും കൂടെ വേണം. അതുകൊണ്ട് നീ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണ് അമ്മയെന്ന് ചോദിക്കുകയാണ്. എന്താ നടന്നുകൂടാത്തെ? ഒരു പക്ഷെ നിന്റെ മനസ്സിൽ ഒരു രണ്ടാനമ്മേന്നായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് എന്ന് ചോദിക്കണം. എല്ലാവരും അതുപോലെയൊന്നും ആയിരിക്കില്ലെന്ന് പറയണം. ഇപ്പൊ തന്നെ ഒന്ന് ഒരു കാര്യം ഓർത്ത് നോക്കിയേ, കൃഷ്ണന്റെ അമ്മയാണോ യശോദ? എന്നിട്ടോ കൃഷ്ണനെ പൊന്നുപോലെ നോക്കിയല്ലേ ചെയ്തേ? അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരും, യശോദയെ പോലെ ഒരാള് നിന്റെ ചിപ്പിമോളെ നോക്കാനായിട്ട്. പെട്ടെന്ന് മഹേഷിന്റെ മനസ്സിലേക്ക് ഇഷിതയുടെ മുഖമാണ് കടന്നു വരുന്നത്. ഇഷിത യശോദയായിട്ട് ചിപ്പിമോള് കണ്ണനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നേ, അവർ രണ്ടുപേരും കിടന്ന് കളിക്കുന്നതൊക്കെ ചിന്തകളെ ഓടി വരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാ, അധികം വൈകാതെ തന്നെ നടക്കും. ചിപ്പിമോളും ആ വരുന്ന അവരും തമ്മിൽ നല്ല കൂട്ടായിരിക്കും. യശോദനെ പോലെ നിന്റെ മോളെ നോക്കൂന്നൊക്കെ പറയണം. പിന്നീട് മഹേഷിന് മനസ്സിലേക്ക് വരുന്നേ, താൻ ഇഷിതയുടെ കഴുത്തില് വർണ്ണമാലി അണിയിക്കുന്നതാണ്. അങ്ങനെ കുറെ ചിന്തകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. പിന്നീട് ചിപ്പിമോളും ഇഷിത തമ്മിൽ കളിക്കുന്നു. ചിപ്പിമോള് കിടന്ന് വെണ്ണ പോയി എടുത്ത് കുടിക്കുന്നത്, ഉണ്ണിക്കണ്ണനായിട്ട് വെണ്ണ എടുത്ത് കുടിക്കുന്നതൊക്കെ ആ രംഗങ്ങളൊക്കെയാണ് മഹേഷിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.